അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ ആണ്. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് എന്താണ്? ഇറ്റ് ഈസ് എ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ ഇൻ ഫീമെയിൽ പ്രൈമേറ്റ്സ്. അതായത് ഈ മങ്കീസില്, എയ്ഡ്സില്, ഹ്യൂമൻ ബീയിങ്സിലൊക്കെ കാണുന്ന ഒരു റിപ്രൊഡക്റ്റീവ് സൈക്കിൾ ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സൈക്ലിക് ചേഞ്ചസ് ഇൻ ദ ആക്ടിവിറ്റി ഓഫ് ovaries, accessory ducts as well as hormones during the reproductive phase in female body with menstruation repeated at an average interval of 28 or 29 days. ഏകദേശം ഒരു 28 അല്ലെങ്കിൽ 29 ദിവസത്തെ ഇടവേളകളിൽ ഓവറീസിൽ, ആക്സസറി ഡക്സിൽ അല്ലെങ്കിൽ ഹോർമോണിന്റെ ഒക്കെ ആക്ടിവിറ്റീസിൽ ഉണ്ടാവുന്ന ഒരു സൈക്ലിക് ചേഞ്ച് ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 28 or 29 ഡേയ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും ഇത് 28 അല്ലെങ്കിൽ 29 ഡേയ്സിന്റെ ഇടവേളകളിലല്ല. ചിലരിൽ 30 ഡേയ്സിന്റെ ഇടവേളകളിൽ നടക്കുന്നുണ്ട്, മറ്റു ചിലരിൽ 31 ഡേയ്സിന്റെ ഇന്റർവെല്ലിലും ഈ ഒരു സൈക്കിൾ നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമ്മള് പൊതുവെ പറയുമ്പം എന്താണ് 28 അല്ലെങ്കിൽ 29 ഡേയ്സിന്റെ ഇന്റർവെല്ലിലാണ് ഈ ഒരു സൈക്കിൾ നടക്കുന്നത്. The first menstruation begins at puberty is called menarche. എന്താണ് ഈ മെനാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്താൽ അല്ലെ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആണ് എന്ന് പറയുന്നത് മെനാർക്ക് എന്ന് പറയുന്നത്. മെൻസ്ട്രൽ സൈക്കിൾ കൺസിസ്റ്റ് 4 important phases. അപ്പൊ നമുക്കിനി 4 ഫേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കുക, the first phase that is menstrual or bleeding phase. ഫസ്റ്റ് ഫേസ് ഏതാണ്? menstrual phase അല്ലെങ്കിൽ bleeding phase. menstrual phase അല്ലെങ്കിൽ bleeding phase. It's about 1 to 5th day. ഒരു 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫേസ് ആണ് ഈ ഫേസ് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് വിത്ത് മെൻസ്ട്രൽ ഫ്ലോ ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ 3 to 5 days. അപ്പൊ ഈ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെൻസ്ട്രൽ ഫ്ലോയിലൂടെയാണ് അല്ലെ. മെൻസ്ട്രൽ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജൈനൽ ബ്ലീഡിംഗ്. ഓക്കെ, ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ 3 to 5 days. അതായത് ചിലരിൽ ഈ ബ്ലീഡിംഗ് വെജൈനൽ ഫ്ലോ 3 ഡേയ്സ് വരെ ആയിരിക്കും, മറ്റു ചിലരിൽ 5 ഡേയ്സ് വരെയൊക്കെ ഇത് നീണ്ടു പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ലാസ്റ്റ് ഫോർ 3 to 5 days. This occurs only when ovum is not fertilized. ഓരോ മന്തിലും ഒരു ഓവറിയിൽ നിന്ന് ഒരു ഓവം റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ മന്തിൽ ഇപ്പം ലെഫ്റ്റ് ഓവറിൽ നിന്നാണ് ഓവം റിലീസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് മന്തിൽ അത് റൈറ്റ് ഓവറിൽ നിന്നാവാം. ഓക്കെ, അപ്പൊ നിങ്ങളോട് ശ്രദ്ധിക്കുക, ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓരോ മന്തിലും ഓരോ ഓവം റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ഓവം റിലീസ് ചെയ്യപ്പെടുമ്പോഴും അവിടെ ഫെർട്ടിലൈസേഷൻ, അതായത് ഈ ഓവം സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എംബ്രിയോ ഉണ്ടാവൂ എന്ന സാധ്യത കണക്കാക്കിയിട്ട് യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെ ചേഞ്ചസ് ആണ്? ഈ എൻഡോമെട്രിയത്തിന്റെ ലൈനിങ് ഒക്കെ കുറച്ചുകൂടെ തിക്കനാവും, അവിടെ ന്യൂ ബ്ലഡ് വെസൽ ഫോർമേഷൻ ഒക്കെ നടക്കും. ഓക്കെ, if there is no fertilization occurs, അപ്പൊ അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? The endometrial lining and its blood vessels become break down and it forms as a liquid that comes out through menstrual phase. നടക്കുന്നത് എങ്ങനെയാണ്? If the ovum is not fertilized, അല്ലെ, ഓവം ഫെർട്ടിലൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? The breakdown of endometrium and its blood vessels forms liquid that comes out through vagina. Okay, ഇത് എപ്പോഴാണ് നടക്കുന്നത്? ഓവം ഫെർട്ടിലൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ എൻഡോമെട്രിയും അതിന്റെ ബ്ലഡ് വെസൽസ് ഒക്കെ കൂടെ ലിക്വിഡ് ഫോമിലായിട്ട് വെജൈന വഴി പുറത്തോട്ട് വരുന്നു, അതായത് ബ്ലീഡിംഗ് നടക്കുന്നു.
ഇതാണ് ബ്ലീഡിംഗ് ഫേസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ദ ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ മേ ബി ദ ഇൻഡിക്കേറ്റീവ് ഓഫ് പ്രഗ്നൻസി ആൻഡ് ഇറ്റ് ഓൾസോ കോസ് ഡ്യൂ ടു സ്ട്രെസ് ആൻഡ് പുവർ ഹെൽത്ത്. പ്രഗ്നന്റ് ലേഡീസിൽ എന്തുണ്ടാവില്ല? മെൻസ്ട്രൽ സൈക്കിൾ, അതായത് മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. അല്ലാത്ത കേസിലും ചില മന്തിൽ ചിലർക്ക് എന്തുണ്ടാവില്ല, ഈ കറക്റ്റ് ആയിട്ട് ഈ ഫ്ലോ ഇല്ലാത്ത കേസ് ഉണ്ട്. അത് ഈ പുവർ ഹെൽത്ത്, അതായത് ഈ അനീമിക് ആയിട്ടുള്ളവർക്ക്, ബ്ലഡ് കുറവുള്ളവരിൽ, പിന്നെ ഒരുപാട് സ്ട്രെസ് ഉള്ളവരിലൊന്നും ചില മന്തിൽ ഇത് കറക്റ്റ് ആയിട്ട് ഫ്ലോ ആയിട്ട് വരും. ഇത് ഫസ്റ്റ് ഫേസ്, ദാറ്റ് ഈസ് മെൻസ്ട്രൽ ഓർ ബ്ലീഡിംഗ് ഫേസ്. ഈ നെക്സ്റ്റ് ഫേസ് നോക്കാം, പ്രോലിഫറേറ്റീവ് ഓർ ഫോളിക്കുലർ ഫേസ്. മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത് 5 days വരെ നീണ്ടു നിൽക്കുന്ന ഫേസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഡേ 6th ഡേ തൊട്ടിട്ട് 13th ഡേ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫേസ് ആണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോലിഫറേറ്റീവ് ഓർ ഫോളിക്കുലർ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഡ്യൂറിംഗ് ദിസ് ഫേസ് ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് എ ഗൊണാഡോട്രോപിൻ, ദാറ്റ് ഈസ് FSH, stimulate the growth of ovarian follicle, അതായത് the development of primary follicle into Graafian follicle. നിങ്ങൾ oogenesis പഠിച്ചപ്പം അല്ലെ, അവിടെ എന്താ പ്രൈമറി ഫോളിക്കിൾ ഉണ്ടായി, സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടായി, പിന്നെ അത് ടെർഷ്യറി ആയി, അത് മെച്യൂർ ആയിട്ടുള്ള മറ്റൊരു ഫോളിക്കിൾ ആയി. അതായിരുന്നു എന്ത്? ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജ് ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ FSH ആണ്. During the proliferative or follicular phase, the anterior pituitary produce FSH. It stimulates the development of primary follicle into Graafian follicle. ഇനി നോക്കാം, these Graafian follicle consists follicular cells. These cells produce estrogen. ഈ cells എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഫീമെയിൽ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. Then this estrogen stimulates. ഈ ഈസ്ട്രോജന്റെ ഫംഗ്ഷൻ എന്താണ്? The proliferation of endometrium. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? The proliferation of endometrium. അപ്പൊ എന്താ ഈ proliferation of endometrium? നമ്മൾ ഫസ്റ്റ് ഫേസിൽ പഠിച്ചില്ലേ, എൻഡോമെട്രിയം റപ്ചർ ആയിട്ട് ബ്ലഡ് ആയിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട് അല്ലേ. അത് കഴിഞ്ഞാല് പിന്നെ 6th ഡേ തൊട്ടിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഇവിടെ ഈസ്ട്രോജൻ പ്രൊഡക്ഷൻ നടന്നു. ഈസ്ട്രോജൻ പോയിട്ട് ആ റപ്ചർ ആയിട്ടുള്ള എൻഡോമെട്രിയത്തില് വീണ്ടും ഗ്രോത്ത് ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിനെ പ്രോലിഫറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഈസ്ട്രോജന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓൾസോ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് LH. സെക്രീഷൻ ഓഫ് LH. എന്ത് ഈ LH എന്ന് പറഞ്ഞാല് ലൂട്ടിനൈസിംഗ് ഹോർമോൺ അല്ലെ. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ 2 ഗൊണാഡോട്രോപിൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് FSH ആണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു. പിന്നെ നോക്കുക, അടുത്തത് LH അഥവാ ലൂട്ടിനൈസിംഗ് ഹോർമോൺ. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഈ ഈസ്ട്രോജൻ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഫേസ് നോക്കാം, ദാറ്റ് ഈസ് ഓവുലേറ്ററി ഫേസ്. ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത് ദാറ്റ് ഹാപ്പൻസ് ഓൺ ദ 14th ഡേ ആഫ്റ്റർ മെൻസ്ട്രേഷൻ. മെൻസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 14th ഡേയിൽ നടക്കുന്ന ഫേസ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ഓവുലേറ്ററി ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡ്യൂറിംഗ് ദിസ് ഫേസ് ദ ലെവൽ ഓഫ് FSH ആൻഡ് LH അറ്റൈൻ പീക്ക് ലെവൽ. ഡ്യൂറിംഗ് ദിസ് ഫേസ് the level of LH and FSH attain peak level. അതായത് ഈ ഫേസ് നടക്കുമ്പോൾ FSHന്റെയും LHന്റെയും അളവ് അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, the rapid secretion of LH, ഇതാണ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ കേട്ടോ. The rapid secretion of LH leading to its maximum level during this middle cycle called LH surge. LH surge. അപ്പൊ എന്താണ് ഈ LH surge എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH ദാറ്റ് കോസസ് ഇറ്റ്സ് മാക്സിമം ലെവൽ ഡ്യൂറിംഗ് ദ മിഡിൽ സൈക്കിൾ ഓർ ഓവുലേറ്ററി ഫേസ് അല്ലെ. എന്ന് പറഞ്ഞാല് ഈ മിഡിൽ സൈക്കിൾ അല്ലെങ്കിൽ ഈ 14th ഡേ, ഈ 14th ഡേ എത്തുമ്പം ഇതിന്റെ റാപ്പിഡ് സെക്രീഷൻ കൊണ്ട് ഇതിന്റെ ലെവൽ വളരെ മാക്സിമം ആയിട്ട് മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? LH surge എന്ന് പറയുന്നത്. സ്റ്റിമുലേറ്റ് ദ റപ്ചർ ഓഫ് Graafian follicle.
rupture of Graafian follicle and release the mature ovum by the process called ovulation. ആ പ്രോസസ് എന്താ പറയുന്നത്? ഓവുലേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ LHന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഗ്രാഫിയൻ ഫോളിക്കിളിനെ റപ്ചർ ചെയ്തിട്ട് അവിടെ നിന്ന് ഓവത്തിനെ റിലീസ് ചെയ്യുന്നത്. ആ പ്രോസസ് ആണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ oogenesis പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഓവുലേറ്ററി ഫേസ്. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഓവം ഒരു ദിവസം മാത്രമേ ജീവിക്കുള്ളൂ. അതായത് ഒരു 24 hours കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നശിച്ചു പോകും. ഓക്കെ, അപ്പൊ the ovum remains alive for 24 hours. The last phase, that is secretory or luteal phase. അപ്പൊ നമ്മൾ പഠിച്ചു 14th ഡേയിലാണ് ഓവുലേറ്ററി ഫേസ് അല്ലെങ്കിൽ ഓവം റിലീസ് ആയത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ 15th ഡേ തൊട്ടിട്ട് 28 days വരെ നീണ്ടു നിൽക്കുന്ന ഫേസ് ആണ് ഏതെന്ന് പറഞ്ഞാൽ സെക്രേറ്ററി ഓർ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഓവുലേഷൻ ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോംഡ് ഇൻടു എ യെല്ലോ ഗ്ലാൻഡുലാർ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം. The corpus luteum which produce large amount of female hormone, that is progesterone. And this progesterone which is essential for the maintenance of endometrium. Progesterone ആണ് endometriumത്തിന്റെ അതായത് യൂട്രസിന്റെ ഇന്നർ ലൈനിന്റെ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ആഫ്റ്റർ ഓവുലേഷൻ ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോം ഇൻടു എ യെല്ലോ ഗ്ലാൻഡുലാർ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം which produce large amount of progesterone which is essential for the maintenance of endometrium. Thus the uterus get ready for implantation and other events of pregnancy. Endometriumത്തിന്റെ ഡെവലപ്മെന്റ് നടന്നാൽ പിന്നെ യൂട്രസിൽ ഇംപ്ലാന്റേഷനും ബാക്കി പ്രഗ്നൻസിന്റെ ഇവന്റ്സ് ഒക്കെ നടക്കാൻ അത് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, there is no fertilization occurs. അപ്പൊ ഇത്രയും ആ യൂട്രസിൽ റെഡി ആയി കഴിഞ്ഞാൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? The corpus luteum become degenerate. Corpus luteum എന്തായിട്ട് പോവും? Degenerate ചെയ്ത്, അതായത് നശിച്ചു പോവും. That leads to the disintegration of endometrium and its blood vessels. അല്ലെ? അപ്പൊ നോക്കുക, ഈ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോയാൽ അവിടെ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയും. പ്രൊജസ്ട്രോണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡോമെട്രിയം മെയിൻ്റനൻസ് നടക്കില്ല. അത് എന്തായിട്ട് പോകും? അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത്, അതായത് അവിടുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മെൻസ്ട്രൽ ഫ്ലോ ആയിട്ട് പോകും. അങ്ങനെ ന്യൂ സൈക്കിൾ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഇത് സെക്രീറ്ററി അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ഇതാണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ.